കോഴിക്കോട് ചെറുപ്പയിലെ മെഡിക്കൽ കോളേജിന്റെ ഹെൽത്ത് യൂണിറ്റായ ആശുപത്രി ശോച്യാവസ്ഥയിൽ IP യൂണിറ്റും അത്യാഹിത വിഭാഗവും പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആശുപത്രിയിലെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കും എന്ന ആരോഗ്യമന്ത്രിയുടെ ഉറപ്പാണിപ്പോൾ പാഴായത്. ഒരു നാട് മുഴുവൻ ആശ്രയിക്കുന്ന ആശുപത്രിയുടെ വികസനം ലക്ഷ്യമിട്ട് 50-ലധികം ദിവസമാണ് നാട്ടുകാർ സമരമിരുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഉറപ്പിന്മേൽ നാട്ടുകാർ സമരം അവസാനിപ്പിച്ചു. സമരം അവസാനിച്ച് നാളിത്രയുമായിട്ടും ഇതുവരെ ആരോഗ്യമന്ത്രി വാക്കുപാലിക്കാൻ തയ്യാറായിട്ടില്ല. ആശുപത്രി ഇന്നും ശോചനീയാവസ്ഥയിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഹെൽത്ത് യൂണിറ്റായ ചെറുപ്പ ആശുപത്രിയുടെ പ്രവർത്തനത്തിനെതിരെയാണ് വ്യാപക പ്രതിഷേധം ഉയരുന്നത്. 6 പഞ്ചായത്തുകളിലെ നിരവധി പാവപ്പെട്ട രോഗികളുടെ ആശ്രയ കേന്ദ്രമാണ് മാവൂർ ചെറുപ്പയിലെ ഹെൽത്ത് യൂണിറ്റ്. 700ഓളം രോഗികളാണ് ദിവസേന ചെറുപ്പ ഹെൽത്ത് യൂണിറ്റിനെ ആശ്രയിക്കുന്നത്. രോഗികൾ വന്നാലെന്ന് പറഞ്ഞാൽ നേരത്തെയൊക്കെ വളരെയധികം കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നിരുന്നു. ഇപ്പം ആയിരക്കണക്കിന് രോഗികൾ വന്നിട്ട് ഇവിടെ വേണ്ട രീതിയിലുള്ള ഔഷധന്മാരില്ല, ഡോക്ടേഴ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു പെട്ടെന്നുള്ള ചികിത്സകളൊന്നും ലഭിക്കാത്തൊരവസ്ഥയാണ്. കൃത്യമായ ചികിത്സാ സംവിധാനങ്ങളോ ആവശ്യമായ ഡോക്ടർമാരോ മറ്റ് അനുബന്ധ ജീവനക്കാരോ ഇല്ലാത്തതാണ് ആശുപത്രിയെ ദുരിതത്തിലാക്കുന്നത്. 6.5 ഏക്കറിലേറെ സ്ഥലവും നിരവധി കെട്ടിടങ്ങളുണ്ടെങ്കിലും അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി. സാധാരണക്കാർക്ക് ഇത്തരം സർക്കാർ ഹോസ്പിറ്റലുകളിൽ സാധാരണക്കാർക്ക് വഞ്ചന ഇല്ലാത്ത രീതിയിലുള്ള ചികിത്സ ലഭിക്കണമെങ്കിൽ ഇത്തരം ഹോസ്പിറ്റലുകൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചേ പറ്റൂ. അപ്പോൾ ഇത് ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇത് സ്വകാര്യ ഹോസ്പിറ്റലുകൾക്ക് വേണ്ടിയിട്ടാണോ ഇതിനെ ഇല്ലാതാക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ബലമായ സംശയം. നിലവിൽ ഉച്ചവരെയാണ് ആശുപത്രിയുടെ പ്രവർത്തനം. ഉച്ചയ്ക്ക് ശേഷം കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഏർപ്പെടുത്തിയ ഒരു താൽക്കാലിക ഡോക്ടർ മാത്രമാണ് രോഗികൾക്ക് ആശ്രയം. ഈ സേവനം വൈകുന്നേരം 6 മണിയോടെ നിലയ്ക്കുകയും ചെയ്യും. ഈ ആശുപത്രിക്ക് ഒരു നല്ല കാലമുണ്ടായിരുന്നു. വർഷത്തിൽ 300-ലധികം പ്രസവങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്ത ആശുപത്രിയാണിത്. ഇന്നതെല്ലാം ഓർമ്മകൾ മാത്രം. ആരൊക്കെയോ പിടിപ്പുകേട് കൊണ്ട് നശിക്കുകയാണ് ഈ ആശുപത്രി. ആരോഗ്യമന്ത്രി വാക്കുപാലിക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. കോഴിക്കോട് നിന്നും ഷഹദ് റഹ്മാൻ, 24. പൊതുജനം കഴുതയല്ല സാർ. ആശുപത്രിയുടെ ശോച്യാവസ്ഥയെക്കുറിച്ച് എന്താണ് അവിടെ എത്തുന്നവർക്ക് പറയാനുള്ളത് നോക്കാം. പ്രതികരണത്തിലേക്ക്. ആരോഗ്യ മേഖലയെ തകർത്തുകൊണ്ടാണ് ഇന്നത്തെ ഗവൺമെൻറ് കടന്നു പോകുന്നത്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട ഘടകം എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇതിന് നിരന്തരമായിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ ഒരു ചെപ്പടി വിദ്യ എന്നുള്ള രീതിയിൽ ഇത് പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ കീഴിലാണ് എന്ന് പറയുന്നു. അതിനുശേഷം ഇത് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്, DMAയുടെ കീഴിലാണ് പറയുന്നു. അങ്ങനെ ഉള്ള പ്രവർത്തനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഉള്ളത് MO 3 ഡോക്ടർമാരാണുള്ളത്. പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് വെച്ചൊരു ഡോക്ടർ. ഈ 3 ഡോക്ടർമാർ 12 മണി വരെ മാത്രമേ ഇവിടെ ഡ്യൂട്ടിയിലുണ്ടാവുകയുള്ളൂ. ഈ 12 മണി കഴിഞ്ഞ് അതല്ലെങ്കിൽ 1 മണി കഴിഞ്ഞ് പിന്നെ അവർ ഡ്യൂട്ടിയിലില്ല. ഇന്നിപ്പം വൈകുന്നേരമായി കഴിഞ്ഞാൽ ഇവിടെ ഈ സമീപ പഞ്ചായത്തിലെയും ഈ ഗ്രാമപഞ്ചായത്തിലെയും ജനങ്ങൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. ഒരു 10-20 കിലോമീറ്റർ അപ്പുറമുള്ള മെഡിക്കൽ കോളേജിൽ പോകാൻ പ്രയാസപ്പെടുന്ന ആളുകൾ സമീപ പ്രദേശത്ത് ചികിത്സ കിട്ടാതെ സ്വകാര്യ ആശുപത്രികളെ സമീപിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഇവിടെ മാറ്റിയിരിക്കുക. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ജയറാം രമേശ് രംഗത്തെത്തിയ വാർത്ത ബൽറാം നെടുങ്ങാട് അറിയിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനം നടത്തിയാണ് നിലപാട് വിശദീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രീയ വിവേചനമില്ലെന്ന കമ്മീഷന്റെ പ്രസ്താവന പരിഹാസ്യം എന്നാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പ്രതികരണം വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല കമ്മീഷൻ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്ന വിമർശനം.